നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജിത. സ്ത്രീകളിലെ മെൻസ്ട്രൽ സൈക്കിള് റെഗുലേറ്റ് ചെയ്തിട്ട് ഓവുലേഷന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എലമെന്റ്സ് വെൽനെസിന്റെ സൈക്ലോവ. അപ്പൊ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, സൈക്കിൾസ് റെഗുലേറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓവുലേഷന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമ്മൾക്ക് ഇന്ന് നോക്കാം. ആധുനിക ജീവിത രീതിയും ആഹാര ശൈലിയും ഒക്കെ ഭാഗമായിട്ട് സ്ത്രീകളിൽ ഇന്ന് ഇറഗുലർ ആയിട്ടുള്ള ഒരു പീരീഡ്സ് ആണ് കണ്ടുവരുന്നത്. അക്കൂട്ടത്തിൽ ഇന്ന് ഇപ്പം നമ്മളിപ്പോൾ ഒരു കോളേജിൽ പോയിട്ട് എല്ലാ സ്ത്രീകളെയും ഒന്ന് USG സ്കാന് ഒന്ന് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരോടൊന്ന് ചോദിക്കുകയാണ്, ഹിസ്റ്ററി എടുക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒരു 80 മുതൽ ഒരു 90% സ്ത്രീകൾക്ക് PCOS അല്ലെങ്കിൽ PCOD എന്നതിൻ്റെ രോഗത്തിന്റെ പ്രശ്നമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് ഗർഭധാരണത്തിന് വരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് PCOD അല്ലെങ്കിൽ PCOS. ഇതിന് മെയിൻ ആയിട്ട് 3 ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് റെഗുലർ ആയിട്ടുള്ള ഒരു മെൻസ്ട്രേഷൻ, എക്സസ് ആയിട്ടുള്ള ആൻഡ്രോജൻ, അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവറീസ്. ഇറഗുലർ മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് 21 മുതൽ 35 ദിവസത്തെ ആ ഒരു ഗ്യാപ്പിലാണ് ഓരോ പുതിയ സൈക്കിൾസും സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്, അതായത് മെൻസ്ട്രൽ സൈക്കിൾസ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഇതിലും അധികമായിട്ട് 2 മാസമായിട്ട് 3 മാസമായിട്ട് 6 മാസമായിട്ട് ഒന്നും പീരീഡ്സ് ഇല്ലാത്തത്, അതാണ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്. പിന്നീട് എക്സസ് ആയിട്ടുള്ള ഒരു ആൻഡ്രോജൻ, അതായത് മെയിൽ ഹോർമോൺ എക്സസ് ആയിട്ട് സ്ത്രീകളിൽ ഉണ്ടാവുക PCODന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുക? മെയിൽസിനുള്ളത് പോലെയുള്ള പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് ആണ് സ്ത്രീകളിൽ കണ്ടുവരുന്നത്. താടിയില്, മീശ, നെഞ്ചില് ഒരുപാട് അമിതമായിട്ടുള്ള രോമം, അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി അമിതമായിട്ടുള്ള വണ്ണം വെക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ. മൂന്നാമത്തേതായിട്ടുള്ള പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവറീസ്. ഓവറീസിൽ ഫോളിക്കിൾസിൽ സിസ്റ്റ് മാതിരി ഓവറീസ് നല്ലോണം എൻലാർജ്ഡ്, ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ഓവറീസും അതുപോലെ തന്നെ സിസ്റ്റുമാണ് ഓവറീസിൽ കാണുന്നത്. ഇനി എന്താണ് ഈ PCODയും PCOSും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. രണ്ടും, അതായത് PCOD എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, PCOS പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് രണ്ടും ഓവറീസിനെയും അതുപോലെ തന്നെ ഓവുലേഷനെയും അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇറഗുലർ മെൻസ്ട്രേഷൻ ആണ് രണ്ടിലും ഉണ്ടാകുന്നത്. രണ്ടിലും ഹോർമോണൽ ഇംബാലൻസും ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും PCOD, അതായത് ഡിസീസിനെക്കാളും കുറച്ചുകൂടി സിവിയർ എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ആണ്. ഇത് രണ്ടും മെറ്റബോളിക് സിൻഡ്രോം ആണ്. അതായത് നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ ശരീരത്തെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നമാണ് PCOD അല്ലെങ്കിൽ PCOS. PCODയിലാണെങ്കിൽ ഇമ്മച്വർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പാർഷ്യലി മെച്യൂർ ആയിട്ടുള്ള എക്സ് ആണ് കാണാറുള്ളത്. അത് പിന്നീട് സിസ്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പം ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉണ്ടാകുന്നത്? ഇറഗുലർ ആയിരിക്കും സൈക്കിൾസ്, ഫെർട്ടിലേഷൻ, അവർക്ക് ഓവുലേഷൻ ഇന്ന് നടക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റിന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഓവുലേഷൻ PCOD ഉള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി PCOSലാകട്ടെ, PCODനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി സിവിയർ ആണ്. കുറച്ചുകൂടി ഹൈ എമൗണ്ട് ഓഫ് മെയിൽ ഹോർമോൺ ആണ് PCOSൽ കാണുന്നത്. മോർ ദാൻ 10 ഫോളിക്കുലാർ സിസ്റ്റ് ആണ്, 10ലധികം സിസ്റ്റ് ആണ് PCOSൽ കാണുന്നത്. അതിനോടനുബന്ധിച്ച് കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, മെയിൽ ഹോർമോൺ അധികമാണ്. അതുകൊണ്ട് തന്നെ മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് കുറച്ചുകൂടി അധികമാണ്. ഇതിൽ അമിതമായിട്ടുള്ള ഒരു മുടി കൊഴിച്ചില്, കഴുത്തില് കറുപ്പ് നിറം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക ജീവിത രീതിയും അതുപോലെ തന്നെ ആഹാര രീതിയുമാണ്. ആധുനിക ജീവിത രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും വ്യായാമം ചെയ്യുന്നില്ല അല്ലെ. ഇന്ന് ജീവിതം എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. ഒരു ജോലിയും നമ്മൾ ചെയ്യേണ്ട, മുറ്റടിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ പല വിധത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ജോലി ഭാരം കുറഞ്ഞു, പക്ഷേ രോഗം അധികമായിട്ടാണ് ഇന്നത്തെ കാലത്ത് വരുന്നത്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. ഇവിടെ ഈ ഒരു PCOD എന്നുള്ള ഒരു പ്രശ്നം സ്ത്രീകളിൽ വരുന്നതിൽ ഏറ്റവും മേജർ കാരണം എന്ന് പറയുന്നത് വ്യായാമം ഇല്ലാത്ത ഒരു ജീവിത രീതി. എപ്പോഴും ഒരേ പൊസിഷനിൽ ഇരുന്ന് നമ്മൾ ജോലി ചെയ്യുന്നു, പിന്നീട് വന്ന് ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം ഇതേ സെയിം റുട്ടീനാണ് ഫോളോ ചെയ്ത് പോകുന്നത്. പിന്നെയോ കഴിക്കുന്ന ആഹാരമോ, ഇന്ന് നമുക്ക് വീട്ടിൽ ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ സമയമില്ല. അപ്പം മിക്കപ്പോഴും പുറത്തു നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. അപ്പം അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കാം, പക്ഷേ അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഉള്ള ഒരു ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് രാസവസ്തുക്കൾ, കെമിക്കൽസും ഒക്കെ ആണ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. അതൊക്കെ കഴിക്കുന്നത് കൊണ്ട്
സ്ത്രീകൾക്ക് ഓവറീസിലും അതുപോലെ തന്നെ യൂട്രസിലും ഒക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. വറുത്തതും പൊരിച്ചതും അതുപോലെ തന്നെ നോൺ വെജ്, ചിക്കന്, മട്ടണ് തുടങ്ങിയിട്ടുള്ളതൊക്കെ കഴിക്കുന്നത് പലതരത്തിലുള്ള ഹോർമോൺസ് ഒക്കെ കുത്തിവെച്ചിട്ടാണ് വരുന്നത്. ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അധികമായിട്ട് വരുന്നുള്ളത്. ഇനി രണ്ടാമത്തേതായിട്ട് പലവിധ രോഗത്തിന്റെ ഭാഗമായിട്ട് ഇത് കണ്ടുവരാറുണ്ട്. അതായത് അമിതവണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നമുള്ളവർക്ക് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇറഗുലർ പീരീഡ്സ് ആയി പിന്നീട് അത് PCOD അല്ലെങ്കിൽ PCOSലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്, അമിതമായിട്ടുള്ള ഒരു സ്ട്രെസ്സിന്റെ ഭാഗമായിട്ടും ഇത് കണ്ടുവരാറുണ്ട്. ഇതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ അതിന്റെ ആരംഭത്തിൽ തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള മാരകങ്ങളായിട്ടുള്ള അസുഖങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട്. ഉദാഹരണത്തിന് എൻഡോമെട്രിയൽ ക്യാൻസർ, യൂട്രസിൽ ഉണ്ടാകുന്ന ക്യാൻസർ, ഹൈപ്പർ ടെൻഷൻ, ടൈപ്പ് 2 പ്രമേഹം, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ. PCOD ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഉള്ളത്? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇറഗുലർ ആയിട്ടുള്ള സൈക്കിൾസ് ആണ്, അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാകും, ചിലപ്പോഴാണെങ്കിലോ കണ്ടിന്യൂസ് ആയിട്ട് 1 month വരെയും ബ്ലീഡിങ് ഫേസ് ഉണ്ടാകും, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ബ്ലീഡിങ് ഉണ്ടാകും. 2, 3, 6 months വരെ ബ്ലീഡിങ് ഇല്ലാത്തത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൽ ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത്, താടിയിലും മീശയിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ കറുത്ത കളറിൽ ഉണ്ടാവുക, നെഞ്ചിൽ അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാവുക, മുടി കൊഴിച്ചിൽ അധികമായിട്ട് ഉണ്ടാവുക, ഉറക്കക്കുറവ്, അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം, സ്ട്രെസ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത്? ഇപ്പം എന്താണ് ചെയ്യുന്നത്? അനുബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, ഇപ്പം PCOD വന്നിട്ടുള്ള ഒരു യുവതിക്ക് പിന്നീട് ഡയബറ്റിക് ആവാനുള്ള ചാൻസസ് ഉണ്ട്, തൈറോയിഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് വേണ്ട രീതിയിൽ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്നില്ല. അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും പലതരത്തിലുള്ള മെഡിസിൻസിൻ്റെ ദീർഘകാലത്തെ ഉപയോഗം മൂലം അത് അവരുടെ ഫെർട്ടിലിറ്റീനെ വരെയാണ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സൈഡ് എഫക്ട്സും ഒക്കെയാണ് കണ്ടുവരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് എലമെന്റ്സ് വെൽനെസ് സൈക്ലോവ എന്നൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ നമ്മളെ സ്ത്രീകളെ ഒന്ന് സൈക്കിൾസ് റെഗുലേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓവുലേഷന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സൈക്ലോവ. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നോക്കാം. ആദ്യമായിട്ട് മന്ദാരം എന്ന് പറയുന്ന ഔഷധ സസ്യം ആയുർവേദത്തിലെ ഗ്രന്ഥിജന്യ വികാരങ്ങളിൽ, അതായത് സിസ്റ്റ് പോലുള്ള വികാരങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ്. അതുപോലെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക്, ഓവറിക്കും യൂട്രസിൻ്റെയും ഒക്കെ ആരോഗ്യ പരിപാലനത്തിൽ വലിയൊരു പങ്കാണ് മന്ദാരം അല്ലെങ്കിൽ കാഞ്ചനാര ചെയ്യുന്നത്. മന്ദാരത്തിന്റെ കൂടെ ഇതിൽ ശിഗ്രു, വരുണ, ശിരീഷ എന്നീ 3 ഔഷധ സസ്യങ്ങളും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം അത് തൈറോയിഡിലാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ പിറ്റ്യൂട്ടറിയിലും പ്രവർത്തിക്കുന്നു. അപ്പം ബ്രെയിനിന് വളരെയധികം പ്രാധാന്യമാണ് മെൻസ്ട്രൽ സൈക്കിള് കറക്റ്റ് ചെയ്യുന്നതിൽ. ഓരോ മാസവും ആ ഡേറ്റിന് വരുന്നതിൽ ബ്രെയിൻ ഒരു വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. കാരണം പലതരത്തിലുള്ള ഹോർമോൺസിന്റെ വ്യതിയാനങ്ങളും ഒക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓവറോൾ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിനിന് ഒരു സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒന്ന് വേണം. അപ്പോൾ ഈ 3 ഔഷധ സസ്യങ്ങളും ആ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ തൈറോയിഡിലും ഇതിനൊരു ആക്ഷൻ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു മെറ്റബോളിസം, നമ്മളുടെ ദഹന പ്രക്രിയയൊക്കെ കൃത്യമാക്കുന്നതിൽ ഇത് സഹായിക്കുന്നു. അടുത്തതായിട്ട് ഇതിൽ ചേർത്തിട്ടുള്ളതാണ് ശുദ്ധ ഗുൽഗുലു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുഗുലു എന്ന് പറയുന്നത്. അപ്പം ഇതിന് വളരെയധികം കർമ്മങ്ങളാണ് ഇത് ചെയ്യുന്നത് ശരീരത്തിൽ. അതായത് ആന്റി ഒബേസിറ്റി ആണ്, ഹൈപ്പോലിപ്പിഡമിക് ആണ്, ശരീരഭാരമൊക്കെ കുറയ്ക്കുന്നതിൽ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ലിപ്പിഡ് ലെവൽ, കൊളസ്ട്രോള്, അതായത് ചീത്ത കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്സ്, ഇതിൻ്റെയൊക്കെ ലെവലിനെ കുറച്ച് നിർത്തുന്നതിൽ വളരെ സഹായകമാകുന്ന ഒരു ഔഷധ സസ്യമാണ് ഗുൽഗുലു. അടുത്തതായിട്ടുള്ളതാണ് ശിലാജത്തു അല്ലെങ്കിൽ കന്മദം, ശോധന ചെയ്തെടുത്തിട്ടുള്ള കന്മദം. ഇതിൽ ഫൾവിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ്, മിനറൽസ് ഇതിനൊക്കെ നല്ല രീതിയിൽ, വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കുന്നതിൽ സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ശിലാജത്തു. അതോടൊപ്പം തന്നെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോൺസിനെ നോർമലൈസ് ചെയ്യുന്നതിലും സഹായിക്കുന്നു. അടുത്തതായിട്ടുള്ളതാണ് ശുദ്ധ ഹിംഗു അല്ലെങ്കിൽ കായം. ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ജഠരാഗ്നിയെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഹിംഗു. സ്ത്രീകളിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. പ്രീമച്വർ ബർത്തിന്റെ സാധ്യത ഈ ഒരു ഔഷധം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന അസഹ്യമായിട്ടുള്ള നടുവേദന, അതുപോലെ തന്നെ വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് ഹിംഗു. ഉലുവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഉലുവ നമ്മളുടെ മെറ്റബോളിസത്തെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നതാണ്.
കൊളസ്ട്രോൾ ലെവലിനെ നോർമലൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ശുദ്ധ കാസിസം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു അയൺ സപ്ലിമെന്റ് ആണ്. പല സ്ത്രീകൾക്കും അനീമിയ എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാധ്യതയെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സൈക്ലോവയിൽ കാസിസം ചേർത്തിട്ടുള്ളത്. പിന്നീട് ഇതിൽ ശതാവരി ഉണ്ട്. ശതാവരി കിഴങ്ങ് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ളതാണ്. ഹോർമോണൽ ലെവലിനെ ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. സൈക്ലോവ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് പല രീതിയിലാണിത് പ്രവർത്തിക്കുന്നത്. ബ്രെയിനിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. തൈറോയിഡ് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. സിസ്റ്റിനെ ഇത് നല്ല രീതിയിൽ തന്നെ ചുരുക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ആന്റി ഒബേസിറ്റി ആണ്. ശരീര വണ്ണത്തെ ചെറിയ രീതിയിലെങ്കിലും ഇത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ലിപ്പിഡ് പ്രൊഫൈലിനെ നോർമലാക്കി നിർത്താൻ സഹായിക്കുന്നു. നല്ല രീതിയിൽ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോൺസിന്റെ ലെവലിനെ ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇനി ഇതിന്റെ ഡോസ് എങ്ങനെയാണെന്നുള്ളത് 1 to 2 ക്യാപ്സ്യൂൾസ് ആഫ്റ്റർ ഫുഡ് കഴിക്കാവുന്നതാണ്. രാവിലെയും രാത്രിയും 1 അല്ലെങ്കിൽ 2 ക്യാപ്സ്യൂൾസോ ഭക്ഷണത്തിന് ശേഷം. അപ്പൊ ഇത് ഒരു 6 മാസക്കാലമായിട്ട് മെൻസസ് ഇല്ലാത്ത സ്ത്രീകൾക്ക് നമ്മളിത് റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഒന്നുകൂടി ഡയഗ്നോസ് ചെയ്തിട്ട് ചിലപ്പം 2 ഓവറീസിലുമായിരിക്കും ഈ സിസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഓവറിയിൽ തന്നെയാണെങ്കിലും അതിന്റെ സൈസ് വളരെയധികം ആയിരിക്കും. അപ്പൊ അതിന് ഓവറിക്ക് ട്വിസ്റ്റ് ചെയ്യാൻ, അതായത് ഓവേറിയൻ ടോർഷൻ എന്ന് പറയും, അതിനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത്രയും ഒരു സമയം ആ ഒരു സ്ത്രീക്ക് സംബന്ധിച്ചിടത്തോളം ഓരോ സമയവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള 6 മാസം അല്ലെങ്കിൽ 7 മാസം ഒക്കെ ആയിട്ട് പീരീഡ്സ് ഇല്ലാത്തവർക്ക് പ്രോപ്പറായിട്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് നിർദ്ദേശിക്കുക. ആ ഡോക്ടർ കുറിക്കുന്ന മരുന്നിന്റെ കൂടെ ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം സൈക്ലോവ് കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒരു ആഡഡ് ബെനിഫിറ്റ് ആണ് അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 100% നിങ്ങൾക്ക് ഗർഭധാരണം നടക്കും ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചാൽ എന്ന് പറഞ്ഞ് ഒരിക്കലും ഇത് നിർദ്ദേശിക്കരുത്. കാരണം നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റും വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു പടിയും കൂടി മുന്നിലോട്ട് കടന്നിട്ട് ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ PCODന്റെ ഒക്കെ ആരംഭത്തിൽ കൊടുക്കാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് കഴിച്ചതുകൊണ്ട് മാത്രം സൈക്കിൾസ് നോർമൽ ആകും എന്ന് ഒരു ക്ലെയിമും നമ്മൾ പറയുന്നില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കാനായിട്ടുള്ള 4 കാര്യങ്ങളാണ്. അവരുടെ ഡയറ്റ് ശ്രദ്ധിക്കണം, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തണം, എക്സസൈസും ഒക്കെ ചെയ്യണം. അപ്പോൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൊഴുപ്പും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, നോൺ വെജ് ഒഴിവാക്കുക, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ അധികമായി കഴിക്കുക, റൈസിന്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ചിന്റെ അളവ് കുറയ്ക്കുക. അതുപോലെ തന്നെ വ്യായാമം, നല്ല രീതിയിലുള്ളൊരു വ്യായാമം ചെയ്യുക. ആഴ്ചയിൽ ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് നിങ്ങൾ വ്യായാമത്തിനായിട്ട് മാറ്റി വെക്കുക. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും കൂടി വരുത്തുക. അപ്പം പല ആൾക്കാരും പറയുന്നതാണ് രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ കിടന്നുറങ്ങി 12 മണിക്ക് എണീക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പം അത്തരത്തിലുള്ളതൊക്കെ ഒരു വ്യതിയാനമാണ് അവിടെ നോർമലി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് ഉറങ്ങുക. ശരിക്കും ആയുർവേദത്തിൽ പറയുന്നത് നേരത്തെ കിടന്ന് നേരത്തെ എണീക്കാനാണ്. അപ്പോൾ ഒരു 10 മണി 10:30 ഒക്കെ ആകുമ്പോഴത്തേക്കും കിടന്ന് രാവിലെ എണീക്കുന്ന ആ ഒരു ശീലത്തിലേക്ക് വരിക. നല്ലപോലെ വ്യായാമം ചെയ്യുക, ആഹാര രീതിയിലും ശ്രദ്ധിക്കുക. ഇതോടൊപ്പം സൈക്ലോവ കഴിക്കുകയാണെങ്കിൽ PCODയുടെ ആരംഭത്തിൽ വളരെ നല്ലൊരു റിസൾട്ടാണിത് നൽകുന്നത്. അപ്പോൾ സൈക്കിൾസിനെ റെഗുലേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ഓവുലേഷന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ സൈക്ലോവ. താങ്ക് യു.